ബോഡിയൊക്കെ അങ്ങോട്ട് വഴങ്ങണ കണ്ടോ വയസ്സ്? എനിക്കൊന്നും ഇതുപോലെ വരില്ല കേട്ടോ. എനിക്കൊന്നും ഇങ്ങനെ ബോഡി ഇങ്ങനെ വഴങ്ങില്ല. എന്റെ അമ്മോ. വലിയ ഡാൻസ് ആണ്. എന്തോ ഒരു നെയ്യൊരു വഴക്കമാണ് അവന്റെ. കോസ്റ്റ്യൂം മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കോസ്റ്റ്യൂം സുഖമില്ല, ഒരു രസമില്ല കാണാൻ. ബാക്കിയൊക്കെ അടിപൊളിയായി. ഡാൻസ് ഞാൻ ഉദ്ദേശിച്ചു. വെറും കൈയോടെ ഇരിക്കുന്നവരെ ഞാൻ അടിക്കത്തില്ല. പിടിച്ചോ കമ്പ്. ഷോർട്ട് ഫിലിം തോന്നുന്നു. ഇതിന്റെ ഫുള്ള് ഷോർട്ട് ഫിലിം ആരെങ്കിലും കയ്യിലുണ്ട് പറഞ്ഞാൽ എനിക്കൊന്ന് അയച്ചു തരുന്നേ. എന്നെ ഇൻസ്റ്റയിൽ അയച്ചാൽ മതി. എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കാം. അംഗം തുടങ്ങാം. എന്നെ നിനക്കറിയില്ലടാ. ആ വാടാ വിളിക്കുമ്പോൾ ഒരു പോസ് നോക്കിയാ നിങ്ങൾ ഗൈസ്. എന്തിന് കമ്പ് വേണമെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാടാ കമ്പ്? വാടാ. സൗണ്ട് എഫക്ട്സ് ഒന്നും വേറെ നമുക്ക് VFX സൗണ്ട് എഫക്ട്സ് ഒന്നും വേണ്ട ഗൈസ്. നമ്മൾ സ്വന്തമായിട്ട് എഫക്ട്സ് ഉണ്ടാക്കും. വിടത്തില്ലടാ, എവിടെ പോയാലും വിടത്തില്ല. ഇത് കണ്ടോണ്ടിരിക്കണ എന്താ അവസ്ഥ? എന്നെ ദുഷ്ടദ്രുംദ്രപ്ലരാഗിതനായിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. ഈ കൊടും വേനലിൽ പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന സൂര്യതാപത്തിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കാൻ സ്വന്തമാക്കൂ പുതിയ ജോൺസൺ പോപ്പി കുടകൾ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ സൂര്യതാപ സംരക്ഷണം നൽകും ജോൺസൺ പോപ്പി കുടകൾ സ്വന്തമാക്കാൻ സന്ദർശിക്കൂ. CM പുറത്തുനിന്ന് ഒരാൾ കത്തി വെച്ചിട്ട് പറയടാ, മര്യാദയ്ക്ക് പറയടാ, അങ്ങനെയാണ് ചേച്ചിക്കാരി പറയുന്നത്. കാണാപ്പാടം 2 ദിവസമോ 3 ദിവസമോ എന്ന് പഠിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ജോൺസൺ പോപ്പി കുടകൾ ചേച്ചി നന്നായി പഠിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് നമുക്കൊരു ബിഗ് ക്ലാപ്പ്. അടുത്ത റാപ്പ് സോങ് കേട്ടോ. ഇപ്പൊ പിള്ളേരെല്ലാവരും സ്വന്തമായിട്ട് എഴുതി പാടാനുള്ള ഒരു ടെൻഡൻസി വരാൻ തുടങ്ങി. മേ ബി ഇത് വേടനെ കണ്ടിട്ട് വേടനെ ഇൻസ്പയർ ആയിട്ടായിരിക്കാം. മേ ബി ഒരു റാപ്പ് സോങ് കേൾക്കാം. കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കേട്ടു നോക്കാം. ആ ലിറിക്സിനൊക്കെ ഒരു പവർ കണ്ടോ? ആ ലിറിക്സ് പറഞ്ഞു വെച്ചാൽ കറക്റ്റ് നമ്മളുടെ ഇപ്പത്തെ ഷഹബാസ്, അവന്റെ കൊലപാതകം, ആ കാര്യങ്ങളൊക്കെ അതിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ഷാരോന്റെ കാര്യം പറയുന്നുണ്ടല്ലോ. ഷാരോനെ മാപ്പ്, നിന്റെ അന്തകയായി നിൻ പ്രണയിനി വന്നു. ഇത് ലിറിക്സ് ഒക്കെ പറയുന്നത് നമ്മളിപ്പോഴത്തെ സാമൂഹ്യ സോഷ്യൽ റിലവന്റ് ആയിട്ടുള്ളതാണ്. ഒരുപാട് പിള്ളേരൊക്കെ ഭയങ്കര ഇൻസ്പയർ ആയിട്ടാണ് ഓരോ വരികളൊക്കെ എഴുതുന്നത്. ലൈക്ക് വേടന്റെ പിന്നെ വരികളൊന്നും പറയേണ്ട ആവശ്യമില്ല. വേടൻ പിന്നെ തീയല്ലേ. കൊള്ളാട്ടോ, കൊള്ളട മോനെ, നിനക്ക് നല്ല ഭാവിയുണ്ട്. ഇത് നീ വിടണ്ട കേട്ടോ. നീ എപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നിനക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ട് ഈ റാപ്പ് സോങ്. മേ ബി ഒരു അടുത്ത വേടനായിട്ട് വരട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്തൊരു റാപ്പ് സോങ് ആവുന്നു കേട്ടോ. നമുക്ക് ലഹരി വേണ്ട, പരസ്പരം സ്നേഹം മതി. കുറച്ചു നേരത്തെ സുഖത്തിന് വേണ്ടി നീ ലഹരി ഉപയോഗിക്കും, പിന്നെ ജീവിതകാലം മുഴുവൻ ലഹരി നിന്നെ ഉപയോഗിക്കും, നശിപ്പിക്കും.
സിനിമയിൽ ലഹരി ഉപയോഗിക്കുമ്പോൾ ധൈര്യം കൂടുമെന്ന് നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇതെന്തോ ഒരു 4 പേജ് എസ് എഴുതിയ പോലെ, എസ് വായിക്കുന്ന പോലെ ഉണ്ടായിരുന്നു വായിച്ചപ്പോ. മേ ബി കുറച്ചും കൂടെ ലിറിക്സ് കുഴപ്പമില്ല, പക്ഷെ കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് ഒന്ന് സെറ്റ് ആക്കിയായിരുന്നു വെച്ചാൽ മേ ബി ഇത് ശരിയാവുമായിരിക്കും. ഒരു എസ് എഴുതി പറയുന്ന പോലെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഞാൻ തോന്നുന്നു കേട്ടാ. വിഷമിക്കേണ്ട മോനെ, നമുക്കിത് ശരിയാക്കാം. യു ട്രൈ ചെയ്യോ. ഓക്കെ, അതുകൊണ്ട് പറ്റും. ഞാൻ ഇജാതി മോട്ടിവേഷൻ ഒക്കെ എനിക്ക് എന്താ പറ്റിയത്. നമുക്ക് നേരെ അടുത്ത വീഡിയോയിലോട്ട് പോവാം. എന്നെ പോലെ ഒരാളെ പറ്റി അറിയാൻ ആർക്കാ താല്പര്യം? താല്പര്യമുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടം വരെ എത്തിയത്. അപ്പൊ എന്നെ വിടാൻ ഉദ്ദേശമില്ല. അങ്ങനെ മുതലട്ടാ. ശരിക്കും ഞാനൊരു ശല്യമായി തോന്നുന്നുണ്ടോ? ചിരിയാണോ നിങ്ങൾ? ചിരി സൂപ്പർ ആയിട്ട് കേട്ടാ. ചിരി അടിപൊളിയായിട്ട് കാണാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ടുണ്ട്. സൂപ്പർ. റാപ്പിനെ കൊന്നു വിലവിളിക്കാൻ അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എന്തോന്നറിയ നിങ്ങൾക്കൊക്കെ? എന്തോന്ന് ഇന്ന് പിള്ളേർ ജീവിച്ചു പൊക്കോട്ടെ. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മാജിക്കൽ സ്കെച്ചാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ചിത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ചിത്രത്തിലേക്ക് ശ്രദ്ധയോടെ നോക്കിയിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ കഴിയും. എനിക്കറിയാം എന്തോ അത് നമ്മുടെ ഫേസ് കാണാൻ പറ്റുമോ? ഈ വീഡിയോ കാണുന്ന 90% ആളുകൾ ഇത് വിശ്വസിക്കില്ല എന്നുള്ളത്. സത്യം വിശ്വസിക്കില്ല. എങ്ങനെ ഫോട്ടോ ഒരു ഫോൺ നോക്കി നമ്മുടെ ഫേസ് കാണാൻ പറ്റുക? ഒരുപാട് പേര് കാണുകയല്ലേ, അപ്പൊ എല്ലാവരുടെ ഫേസ് കാണണ്ടേ? ഇത് ഉടായിപ്പായിരിക്കും തോന്നുന്നു. പക്ഷെ നിങ്ങൾക്ക് തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഈ ചിത്രത്തിൽ കാണുന്ന റെഡ് ഡോട്ടിലേക്ക് വളരെ ശ്രദ്ധയോടെ നോക്കിയിരിക്കുക. 5 സെക്കൻഡുകൾക്ക് ശേഷം നിങ്ങളുടെ കണ്ണ് ഒരു 90% അടയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് സാവധാനം നിങ്ങളുടെ മുഖം തെളിഞ്ഞു വരുന്നതായി കാണാൻ കഴിയും. ഖത്തം, ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. ഒരു 90% ആൾക്കാർ നോക്കിയിട്ടുണ്ടാകും. അതെന്തായാലും നോക്കിയിട്ടുണ്ടാവും, ഉറപ്പായിട്ട് നോക്കിയിട്ടുണ്ടാവും. എല്ലാവർക്കും നമ്മുടെ 39 മിനിറ്റ് നമ്മൾ നഷ്ടമായിരിക്കുന്നു ഗൈസ്. നമ്മൾ 39 മിനിറ്റ് പോയിരിക്കുന്നു. ഇത് ഈ കൊച്ചിന് ഒറിജിനൽ കണ്ണാണ് തോന്നുന്നു അല്ലേ? പൂച്ചക്കണ്ണ് എങ്ങനെയാണ്? പൂച്ചയുടെ കണ്ണ് വേറെ അല്ലേ? എനിക്ക് അറിയില്ല കേട്ടോ. ഒരു വഴി അന്വേഷിച്ചു. എവിടേക്ക്? കൽപ്പിലേക്കുള്ള വഴി. ഇട്ടൊക്കെ ടോർച്ച് വെച്ചിട്ട് ആരെങ്കിലും നോക്കുമ്പോ ഈ കണ്ണ് മാത്രം ഇങ്ങനെ തിളങ്ങുമ്പോ എന്റെ സാറേ, ഇനി അതൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ. ഇതുപോലെ റയർ ആയിട്ട് ഉണ്ടാവുള്ളൂ. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. ഖത്തം, ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. ലാലേട്ടനാവാൻ പോയതാ, ഭാഗ്യത്തിന് കാലം കൊണ്ടുപോയില്ല. അതെന്തായാലും വൈറലായി കിട്ടിയിട്ടുണ്ട്. സംഭവം സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ അത്രയുള്ള ഡേയ്സ് നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ബൈ ഗൈസ്.